ഇപ്പോൾ കണ്ണൂർ കളക്ടറേറ്റിൽ അവിടെ NGO യൂണിയന്റെ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് കോഴിക്കോട് കളക്ടറേറ്റിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അതിലേക്ക് NGO യൂണിയന്റെ പ്രതിഷേധ പ്രകടനം. ാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. NGO അസോസിയേഷൻ പ്രവർത്തകരാണ് കോഴിക്കോട് കളക്ടറേറ്റിന് ഉള്ളിൽ പ്രതിഷേധിക്കുന്നത്. BLO അനീഷ് ജോർജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് NGO അസോസിയേഷൻ ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിൽ ഇപ്പോൾ NGO അസോസിയേഷന്റെ പ്രതിഷേധം നടക്കുകയാണ്. BLO അനീഷ് ജോർജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് NGO അസോസിയേഷന്റെ പ്രവർത്തകർ ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നു. മിഥില, NGO അസോസിയേഷന്റെ പ്രതിഷേധം ഇപ്പോൾ കളക്ടറേറ്റിനകത്ത് നടക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ? മിഥില. അല്പസമയം മുമ്പാണ് NGO അസോസിയേഷന്റെ പ്രകടനം കോഴിക്കോട് കളക്ടറേറ്റിൽ ആരംഭിച്ചത്. നമുക്കറിയാം, കണ്ണൂരിൽ ഇന്നലെ BLO ആത്മഹത്യ ചെയ്ത സംഭവം, അതിന് പിന്നാലെ വലിയ പ്രതിഷേധമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടുത്തെ നേതാക്കന്മാരോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു നോക്കാം. ഏത് രീതിയിലാണ് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഇന്നലെ പയ്യന്നൂരിൽ നടന്നിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന് മുമ്പിലേക്ക് NGO അസോസിയേഷന്റെ മാർച്ചും ജില്ലകളിലൊക്കെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുള്ള മാർച്ചുമാണ് നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് അസോസിയേഷന്റെ പ്രവർത്തകർ ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. സമരത്തിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. കേരളത്തിലെ BLOമാർ, അതുപോലെ തന്നെ റവന്യൂ ജീവനക്കാർ കുറേ നാളുകളായി അഭിമുഖീകരിക്കപ്പെടുന്നൊരു പ്രശ്നമാണിത്. SRന്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവനക്കാരെ ക്രൂരമായി പീഡിപ്പിക്കുക. കോഴിക്കോട് ജില്ലയിലെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ EDC ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ സമ്മർദ്ദമാണ് ജീവനക്കാരുടെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഈ മരണം നടന്നിട്ട് പോലും ചേവായൂരുടെ ഒരു BLOയ്ക്ക് മെമ്മോ കൊടുത്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം പെരുമാറിയിരിക്കുന്നത്. ഇത്തരത്തിൽ മെമ്മോ കൊടുത്ത് സസ്പെൻഷൻ ഭീഷണി മുഴക്കി ജീവനക്കാരെ പീഡിപ്പിച്ച് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, തുടക്കത്തിൽ തന്നെ NGO അസോസിയേഷൻ ആവശ്യപ്പെട്ടത് പദ്ധതിക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ്. അങ്ങനെ കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് ജീവനക്കാർക്ക് പ്രവൃത്തി ചെയ്യാനുള്ള സാവകാശം അനുവദിച്ചുകൊണ്ട് പദ്ധതി മുമ്പോട്ട് പോകണമെന്നുള്ള ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടാണ് സമരം മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും കൂടുതൽ സമയം ഈ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇന്നലത്തെ കണ്ണൂരിലെ BLOയുടെ മരണം, അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ NGO അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമരമാണ്. അല്പസമയത്തിനകം തന്നെ NGO യൂണിയനും ഇവിടെ പ്രതിഷേധവുമായി എത്തും. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് BLOയ്ക്ക് നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നടപടികൾ നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ജീവനക്കാർക്കുമേൽ അധിക സമ്മർദ്ദമാണ് ഇപ്പോഴുള്ളത്, അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും BLO അനീഷ് ജോർജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് NGO അസോസിയേഷൻ ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട് തന്നെ ചേവായൂരിലൊരു BLOയ്ക്ക് എന്യൂമറേഷൻ ഫോം നിശ്ചിത എണ്ണം വിതരണം ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ ഇപ്പോൾ NGO അസോസിയേഷനിലെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.